ഏവർക്കും സ്വാഗതം, വന്ദനം, വണക്കം, നമസ്കാരം. ലൈംഗികവും പരിശുദ്ധാത്മാവും എന്ന വിഷയത്തെപ്പറ്റി നിങ്ങളിൽ എത്ര പേർ, ഞാൻ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്, ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ എത്ര പേർ ഞായറാഴ്ചയോ കൺവെൻഷനുകളിലോ ധ്യാനയോഗങ്ങളിലോ പ്രസംഗം അല്ലെങ്കിൽ വചന ശുശ്രൂഷ കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയില്ല. 60 വർഷത്തിൽ ഞാൻ ഒരിക്കൽ പോലും, അതായത് ഞാൻ സുവിശേഷം കേൾക്കാൻ തുടങ്ങിയിട്ട് 60 വർഷത്തിൽ കൂടുതലായി, 65 വർഷത്തിൽ കൂടുതലായി, ഒരിക്കൽ പോലും ഈ വിഷയം ആരെങ്കിലും കൈകാര്യം ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്നൊരു ധാരണയാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ലൈംഗികമായ കാര്യങ്ങളിൽ താല്പര്യമില്ല എന്നർത്ഥമില്ല. അങ്ങനെയാണ് പൊതുവായി നടിക്കുന്നത് എങ്കിലും ക്രിസ്ത്യാനികൾ ഒട്ടും മോശമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉളവായിരിക്കുന്ന സ്ഥിതിവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് വെളിപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ഇവയുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ ഇതിനോട് യോജിച്ച് ഈ ഒരു വിഷയത്തെപ്പറ്റി, തികച്ചും അവഗണിച്ച് കിടക്കുന്ന ഈ ഒരു വിഷയത്തെപ്പറ്റി, വളരെയധികം മനുഷ്യ അനുഭവങ്ങളിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു വിഷയത്തെപ്പറ്റി, സാർവലൗകികമായ മാനുഷിക അവസ്ഥയെപ്പറ്റി സത്യസന്ധമായി തുറന്ന മനസ്സോടെ, ഭക്തി അഭിനയിക്കാതെ, കാപട്യത്തിൻ്റെ മറപിടിക്കാതെ, പച്ചപരമാർത്ഥങ്ങൾ ഏവരുമായി അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ വളരെ തുച്ഛമായ ലക്ഷ്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. പരിശുദ്ധാത്മാവിനെപ്പറ്റി ക്രിസ്തീയ സമൂഹത്തിൽ, വിശ്വാസ സമൂഹത്തിൽ പലവിധമായ പഠിപ്പീരുകളും ധാരണകളും പ്രതീക്ഷകളും സങ്കല്പങ്ങളുമുണ്ട് എന്ന് ഏവർക്കും അറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനമായി പ്രസ്താവിക്കപ്പെടുന്നത് മറുഭാഷ പറയുന്നു, പിന്നെ രോഗശാന്തി നടത്തുവാനുള്ള ഉദവി നൽകുന്നു, പ്രവചന വരം നൽകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതുകൊണ്ട് ആ ലിസ്റ്റ് കഴിയുന്നില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ചിട്ടുള്ള ഐറ്റംസ് എന്നതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഇവിടെ പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെപ്പറ്റി അധികം ആരും ആവേശത്തോടുകൂടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയോ ആരെയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതായി പൊതുവായി ഉണ്ടാവില്ല. വിരളമായ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല എന്നും പറയാൻ സാധ്യമല്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് കേന്ദ്രബിന്ദുവായ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഞാൻ ഈ വീഡിയോയിൽ ചില സമയത്ത് അത്യാവശ്യമെന്ന് തോന്നിയാൽ ഇംഗ്ലീഷ് ഭാഷ കൂടെ അല്പം ഉപയോഗിക്കേണ്ട അത്യാവശ്യം വന്നു പോയാൽ അങ്ങനെ ചെയ്യും. നിങ്ങൾ എന്നോട് ദയവായി ക്ഷമിക്കണം. ഭാഷകൾ കലക്കി മറിക്കുന്നതിൽ എനിക്ക് അല്പം പോലും താല്പര്യമില്ല. അങ്ങനെ ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രമിക്കുന്നൊരു വ്യക്തിയാണ് ഞാനെങ്കിലും ചില അവസരങ്ങളിൽ മുട്ടിപ്പോയാൽ അങ്ങനെയുള്ള ഒരു അബദ്ധത്തിലേക്ക് അല്ലെങ്കിൽ അനാശാസ്യമായ പ്രയോഗത്തിലേക്ക് ഭാഷാപരമായി പ്രവേശിക്കേണ്ടി വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം. ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതിനകത്ത്
ഉള്ള ഒരു കാര്യമാണ് ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ. ലോകത്തിൽ ഏതെല്ലാം മതങ്ങളുണ്ടായിട്ടുണ്ടോ അവയിലെല്ലാം മനുഷ്യൻ അവൻ്റെ ആത്മനിയന്ത്രണം വളർത്തിയെടുക്കണമെന്നും സ്വയത്തെ പരിപൂർണമായി നിയന്ത്രിക്കത്തക്ക ഉൾബലം, ആത്മബലം പ്രാപിക്കുന്നവൻ മാത്രമാണ് പക്വതയുള്ള വ്യക്തിയെന്നുമുള്ള പഠിപ്പീര ധാരണ ലോകത്തെമ്പാടും ഒന്നുപോലെ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ആത്മനിയന്ത്രണം എന്താണ്, അതുൾപ്പെട്ടിരിക്കുന്നത് എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തമായ പഠിപ്പീരോ ധാരണയോ ചിന്തയോ നമ്മുടെ ഇടയിലില്ല. അതുപോലെ മറ്റ് എല്ലാവരുടെയും ഇടയിലും വളരെ വിരളമാണ് ഉണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് തന്നെ പരക്കെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ചില അനിവാര്യമായ അറിവുകൾ ഈ വിഷയത്തെപ്പറ്റി എൻ്റെ പരിമിതമായ കഴിവിൽ നിന്നുകൊണ്ട് ഏവർക്കും പ്രദാനം ചെയ്യുവാൻ ഞാൻ നിങ്ങളുടെ അനുവാദത്തോടുകൂടെ ശ്രമിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ ദാനം എന്ന ആ ഒരു പരാമർശം അവിടെ കിടക്കുന്നത് കൊണ്ട് ഇതെന്താണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കടമയില്ല, ആവശ്യമില്ല. എന്ന് മാത്രവുമല്ല, അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവൻ ധിക്കാരിയാണ് എന്നൊരു ധാരണ കൂടെ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്, മറ്റുള്ളവരുടെ ഇടയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ ദാനം ഇംഗ്ലീഷിലൊരു പഴച്ചിലുണ്ട്, ഡു നോട്ട് കൗണ്ട് ദ ടീത്ത് ഓഫ് എ ഗിഫ്റ്റ് ഹോഴ്സ്. ദാനമായി കിട്ടിയ കുതിരയുടെ പല്ലെന്തിനാടാ നീ എണ്ണുന്നത്? അത് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ദാനം കിട്ടിയത് അത് കൈനീട്ടി വാങ്ങിച്ച് അത് ഉപയോഗിച്ചാൽ മതി. അത് മനസ്സിലാക്കേണ്ട ഒന്നും ആവശ്യമില്ല. അതിൻ്റേതായ അർത്ഥത്തിൽ, അതിൻ്റേതായ വ്യാകരണത്തിൽ പ്രവർത്തിച്ചു കൊള്ളും. അതിന് ഗുണഫലം മാത്രം നീ അനുഭവിച്ചാൽ മതി, അറിയേണ്ട, അനുഭവിച്ചാൽ മതി എന്ന ഒരു സമീപനമാണ്, ധാരണയാണ് എക്കാലത്തും നിലനിന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിയുടെ ആത്മനിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് എന്ന പൗലോസ് അപ്പോസ്തലൻ പഠിപ്പീര് കൊണ്ടാണ് ഈ ആത്മനിയന്ത്രണം എന്താണ് എന്നതിനെപ്പറ്റി വേണ്ടതുപോലെ അന്വേഷിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനികൾ കൂട്ടാക്കാത്തത് എന്നതിനെപ്പറ്റി എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനമല്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ ഡു നോട്ട് മീൻ ടു ഇംപ്ലൈ ദാറ്റ് സെൽഫ് കൺട്രോൾ ഈസ് നോട്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. എന്നാൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം, നാം അതിനെ മനസ്സിലാക്കിയിരിക്കുന്ന വിധം, അത് ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. നാം പരിശുദ്ധാത്മാവിനെ ഒരു കൾട്ട് പോലെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ അതുകൊണ്ട് നാം ശ്രമിക്കാറില്ല. അങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് അത് അന്വേഷിക്കുന്നവൻ അഹങ്കാരിയാണ് എന്ന ഒരു സങ്കല്പവുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആശയങ്ങൾ, അനുഭവങ്ങൾ, ആത്മീയ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി യാതൊരു വ്യക്തമായ ധാരണയുമില്ലാതെ, എന്നാൽ അത് വളരെയധികം ഉച്ചസ്ഥരം കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ കഴമ്പൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള നാളുകൾ വൈകിയിരിക്കുന്നു. എനിക്ക് ആദ്യമായി പരിശുദ്ധാത്മാവിനെ പറ്റി മനസ്സിലായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, അത് യേശുവിൻ്റെ പ്രസ്താവനയെ ആസ്പദമാക്കിയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നിക്കോദിമോസിനോടുള്ള സംവാദത്തിൻ്റെ മധ്യേ യേശു അവനോട് പറയുന്നത്, ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു ശക്തിയല്ല പരിശുദ്ധാത്മാവ്. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. അതിൻ്റെ അർത്ഥം വ്യക്തികളുടെ നിയന്ത്രണത്തിൽ, വ്യക്തിയുടെ ചൊൽപ്പടിയിൽ, അല്ലെങ്കിൽ ചില കൂട്ടങ്ങളുടെ, കൂട്ടായ്മകളുടെ, ആളുകളുടെ, വിഭാഗങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല പരിശുദ്ധാത്മാവ് എന്ന് യേശു പഠിപ്പിക്കുമ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമായ സത്യം, പരിശുദ്ധാത്മാവ് എന്നത് ദൈവം
തൻ്റെ സൃഷ്ടിയുടെ ആകെത്തുകയോട് പുലർത്തുന്ന നിരന്തരമായ ബന്ധത്തിൻ്റെ ഊർജമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. When Jesus teaches that the Holy Spirit is beyond the control and therefore also of the understanding of the individual, what he means is not that the Holy Spirit cannot be and should not be understood, but that the Holy Spirit is far beyond the control and comprehension of the individual. But the best way to understand the reality and meaning of the Holy Spirit, the nature of the Holy Spirit, the function of the Holy Spirit, the phenomenon of the Holy Spirit is that it is the energy of God's way of participating in and sustaining the creation as a whole and God being the creator. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല പരിശുദ്ധാത്മാവ്. ഇത് പെന്തക്കോസ്തുകാരോട് പറഞ്ഞാൽ അവരെന്നെ അടിക്കാൻ വരും. അതുകൊണ്ട് നിങ്ങളോട് മാത്രമേ എനിക്കിത് പറയാൻ സാധ്യമാകുകയുള്ളൂ. ഹിന്ദു മതത്തിലും പരമാത്മ എന്ന ആശയമുണ്ട്. പരമാത്മ, ദൈവത്തെ പരമാത്മ ആയിട്ടും അറിയുന്നു. അതും ബ്രഹ്മ എല്ലാറ്റിൻ്റെയും ആകത്തുകയാണ്, എല്ലാറ്റിൻ്റെയും യൂണിറ്റിയാണ്. ദി അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് ഓൺലി ബ്രഹ്മ, ദി അൾട്ടിമേറ്റ് എനർജി ഈസ് ഓൺലി പരമാത്മ. ഇത് പരസ്പരം പൂരിതമായ ആശയങ്ങളാണ്. ഭാഷയ്ക്ക് വ്യത്യാസം വരുന്നു, വാക്കുകൾക്ക് വ്യത്യാസം വരുന്നു എന്നത് മാത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇപ്രകാരം മനസ്സിലാക്കിയില്ല എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആത്മനിയന്ത്രണത്തെ, സെൽഫ് കൺട്രോളിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നതാണ് എനിക്ക് വളരെ സവിനയം എവരെയും അറിയിക്കാനുള്ളത്. ഇഫ് യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് of self-control or what is actually involved in self-control, you have to have a proper idea of the Holy Spirit, what the Holy Spirit means and what this phenomenon, supernatural phenomenon actually means. അപ്പോൾ അത് നാം മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾ അല്പം സഹകരിച്ചെങ്കിൽ മാത്രമേ ക്ലേശമേറിയ വിഷയം നമുക്ക് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ സമന്വയം അറിയിക്കട്ടെ. ഇത് എത്രമാത്രം ലളിതമായി അവതരിപ്പിക്കാമോ അത്രമാത്രം ലളിതമായി അവതരിപ്പിക്കാൻ ഞാൻ നന്നേ കരുതുകയാണ്. ഇതിനപ്പുറം ലളിതമായ വിഷയം അവതരിപ്പിക്കാൻ ഈ ഉള്ളവന് കഴിയുകയില്ല എന്ന എൻ്റെ പരിമിതി കൂടെ ഈ സമയത്ത് സമ്മതിച്ചുകൊള്ളുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നാം ആദ്യമായി കണ്ടു. ആത്മനിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ ക്രിയകളോട് ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറയുന്നു, ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വൃക്ഷത്തിൽ അതിനകത്ത് അതിൻ്റെ സാപ്പ്, ഒരു ഫ്ലൂയിഡ് ഓടുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ രക്തം ഓടുന്നതിന് തുല്യമാണ് ജീവനുള്ള ഒരു മരത്തിൻ്റെ ഉള്ളിൽ പോഷകം വഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ദ്രാവകം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സാപ്പ് എന്ന് SAP, സാപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ അതിന് പ്രത്യേകമായ വാക്കുണ്ടോ എന്നെനിക്കറിയില്ല. ജീവനുള്ള വൃക്ഷങ്ങളിലെല്ലാം ഈ ക്രിയ ആന്തരികമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രവൃത്തി ഉള്ളത് കൊണ്ടാണ് ആ വൃക്ഷത്തിൽ ഫലമുണ്ടാകുന്നത്. ഈ വൃക്ഷത്തിൻ്റെ തടിയിൽ, അതിൻ്റെ ട്രങ്കിൽ, അതിൻ്റെ കൊമ്പുകളിൽ, അതിൻ്റെ ഇലകളിൽ ഇപ്രകാരമുള്ള ജീവദ്രാവക ചലനമില്ല എങ്കിൽ അതിൽ ഒരു ഫലവും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ചാലകശക്തി ഉണ്ടാകണം. അത് ഏത് തോതിൽ നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നതനുസരിച്ചാണ് അത് എപ്രകാരം പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല, അത് പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കുമോ ഇല്ലയോ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ വ്യക്തിത്വം പുറപ്പെടുവിക്കുന്ന ഫലം. നാം ഓരോരുത്തരും ഓരോ വൃക്ഷങ്ങളാണ്, ചലിക്കുന്ന വൃക്ഷങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ രക്തം ഓടുന്നത് പോലെ തന്നെ
നമ്മുടെ വ്യക്തിത്വത്തിൽ മറ്റൊരു പ്രതിഭാസം കൂടെ, മറ്റൊരു ദ്രാവകം എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊള്ളൂ, മറ്റൊരു ദ്രാവകം കൂടെ ഓടേണ്ടതുണ്ട്, സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ ജീവൻ്റെ ജലമാണ്, ഐ ആം ദ ലിവിങ് വാട്ടേഴ്സ്. ആ ജീവൻ്റെ ജലം ഓടേണ്ടത് ഭൂമിയുടെ പരപ്പിലല്ല, മനുഷ്യൻ്റെ ഉള്ളിലാണ്. അതവൻ്റെ ശരീരത്തിലല്ല, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലാണ് യേശു എന്ന ജീവൻ്റെ ജലം നിരന്തരമായി പ്രവഹിക്കേണ്ടത്. ആ അവസ്ഥയിൽ വ്യക്തികൾ പ്രവർത്തിക്കുന്നത് അവരുടെ വ്യക്തിപരമായ ഊർജം കൊണ്ടും കഴിവുകൾ കൊണ്ടും അറിവുകൾ കൊണ്ടും പക്വത കൊണ്ടും മാത്രമല്ല, പിന്നെയോ വ്യക്തികൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ചില മർമ്മങ്ങളും ചില പോഷകങ്ങളും ചില ധാതുക്കളും പദാർത്ഥങ്ങളും സാധ്യതകളും ഊർജങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് കടങ്കഥയല്ല. നാം ആ വിധത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ ഇത് സത്യമാണ്, ഇതൊരു വലിയ ആവേശം ജനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുവാൻ സാധ്യമാകുകയുള്ളൂ. ജീവിതത്തിലെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അനുഭവത്തിൽ ഇത് അനുഭവിച്ചത് കൊണ്ടാണ് എനിക്കിത് മനസ്സിലാക്കാൻ ഇടയായത്. അതുകൊണ്ട് വളരെ ആത്മധൈര്യത്തോടു കൂടെയാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇത് അനുഭവത്തിലെ സത്യമാകയാൽ അതിന് മാറ്റം വരുവാനിടയില്ല. നമ്മുടെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നത് കൊണ്ട് ശരീരത്തിന് എന്തെല്ലാം ശക്തി ലഭിക്കുന്നുവോ, നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ രക്തം മുഴുവനും വാർന്നു പോയാൽ നമ്മെക്കൂടെ ഒന്നും ചെയ്യാൻ കഴിയാതെ നമ്മൾ ജീവശവമായി അവിടെ നിന്ന് പോകും. ഒരു അളവിൽ കൂടുതൽ രക്തം വാർന്നു പോയാൽ നാം നശിച്ചു പോകും, നാം മരിച്ചു പോകും. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിലും ഒരു രക്തയോട്ടം ഉണ്ടാകണം. ആ ഓട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ ജീവൻ്റെ ജലമാണ്, ചലിക്കുന്ന ജലമാണ്. അതേ പ്രതിഭാസത്തിൻ്റെ മറ്റൊരു ഫോം ഓഫ് എക്സ്പ്രഷനാണ് യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം ബാഹ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമല്ല, അത് ആന്തരികമായി പ്രവർത്തിക്കുന്ന ഒരു മർമ്മമാണ്. ആ യേശുവിൻ്റെ രക്തമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഊർജമാണ്, മനുഷ്യജാതിക്ക് നൽകിയ ഊർജമാണ്. അത് ഏതെല്ലാം വിധത്തിൽ മനുഷ്യജാതിക്ക് നൽകണമെന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യരല്ല, ദൈവം തന്നെയാണ്. ഈ ഒരു വിധത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ ഊർജം പ്രവർത്തിക്കാവൂ എന്നൊരു നിയമം ദൈവത്തിന് ബാധകമല്ല. നാം നമ്മുടെ നിയമവും നിർബന്ധവും ദൈവത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ വളരെ മിടുക്കുള്ളവരാണ്. പക്ഷേ അതത്ര വിലപ്പോകത്തില്ല എന്നതാണ് ഇതുവരെയുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു പ്രവാഹം, ഈ ഊർജത്തിൻ്റെ ഒരു പ്രവാഹം, അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നാം ഇതുവരെ കണ്ടത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നാം സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെയല്ല. അത് ദൈവ സൃഷ്ടിയുടെ ആകത്തുകയിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഊർജമാണ്. അത് സൃഷ്ടിയെ ആകമാനം ഒന്നാക്കി തീർക്കുകയും പരസ്പര പൂരിതമാക്കുകയും ചെയ്യാൻ പര്യാപ്തമായ മനുഷ്യബുദ്ധിയെ കവിയുന്ന അത്ഭുതകരമായ ഒരു തത്വമാണ്, ഒരു മർമ്മമാണ്. ഇതാണ് ആദ്യത്തെ തത്വം, ഫസ്റ്റ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവ സൃഷ്ടിയാകയാൽ, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രത്യേകതയുള്ള സൃഷ്ടിയാകയാൽ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബോധതലത്തിൽ എല്ലാ സൃഷ്ടിയിലും ദൈവത്തിൻ്റെ ഊർജ്ജമുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ബോധമുള്ള ഒരവസ്ഥയിലല്ല മറ്റുള്ള ജീവജാലങ്ങൾ. അവയൊക്കെയും ദൈവത്തിൻ്റെ സൃഷ്ടിയാകയാൽ അവയ്ക്കും ദൈവികതയുമായി ബന്ധമുണ്ട്. എന്നാൽ മനുഷ്യന് അവയേക്കാൾ ബോധം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവികമായ ഈ നമ്മുടെ വ്യക്തിത്വത്തിലെ രക്തയോട്ടം, അതാണ് ആത്മാവ്, അത് നമ്മളിൽ ക്രിയ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഫലം പുറപ്പെടുവിക്കും. അതെന്താണെന്ന് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിലുണ്ട്. ഞാനത് ഓരോന്നും എടുത്ത് വിശദീകരിക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല, കാരണം നമ്മുടെ വിഷയം പരിമിതമാണ്. ലൈംഗികതയും പരിശുദ്ധാത്മാവും എന്നതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് ഒരേ ഒരു ആശയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ചിന്ത പരിമിതപ്പെടുത്തുവാൻ ഞാൻ തത്രപ്പെടുന്നു. ഇനിയും ഇതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്, ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു സംഭവം നമ്മെ സഹായിക്കും. അത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വളരെ ശ്രദ്ധേയമായൊരു സംഭവം. അതായത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്
വെളിയിൽ കൊണ്ടുവന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, അവയിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വളരെ സഹായിക്കുന്നൊരു സംഭവത്തെയാണ് ഞാനിപ്പോൾ ഒന്ന് പരാമർശിക്കാൻ തുനിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമര്യക്കാരി സ്ത്രീയുമായി സംവാദിക്കുന്ന ആ സംഭവം ലോകപ്രസിദ്ധമാണ്. അതറിയാത്ത ആരും എന്നെ കേൾക്കുന്നവരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവൾ യാക്കോബിൻ്റെ കുളക്കരയിൽ വെള്ളം കോരാനായി വരുന്നു. ആരുമില്ലാത്ത സമയം നോക്കിയാണ് വരുന്നത്. കാരണം അവൾക്ക് ദുഷ്പേരുള്ള ഒരു സ്ത്രീയാണ്. അവളെ കണ്ടാൽ ആളുകൾ കാർക്കിച്ച് തുപ്പും. അതുകൊണ്ട് ആരുമില്ലാത്ത സമയത്ത്, ഉച്ച സമയത്ത്, നട്ടുച്ചയ്ക്ക് വന്ന് ആരും കാണാതെ പമ്മി വെള്ളം കോരി വീട്ടിൽ പോയി അവളുടെ ആവശ്യം നിറവേറ്റാനായി വന്നവളാണ്. ആ സമയത്ത് അവളെ അന്വേഷിച്ച് അവിടെ ചെന്ന് പറ്റുന്ന മനുഷ്യപുത്രൻ അവളെ ഒരു പുരുഷൻ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്, അവളോട് എപ്രകാരമാണ് ഇടപെടുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യേശു അവളോട് പറയുന്നു, നിൻ്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരൂ. അപ്പോൾ അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറയുന്നു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ ഭർത്താവല്ല. 5 + 1 6. ഇപ്പോൾ 6 പേര് നിന്നെ ഈ കുളക്കരയിൽ കണ്ടതാണ്. ഈ 6 പേരും ഈ കനാന്യ സ്ത്രീയെ, ഈ 6 പുരുഷന്മാരും കനാന്യ പുരുഷന്മാർ തന്നെയാണ്, സംശയമില്ല. ഈ 6 കനാന്യ പുരുഷന്മാർ ഈ സ്ത്രീയെ യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ച് കണ്ടപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു, മനസ്ഥിതി എന്തായിരുന്നു, അവളോട് ഏത് വിധത്തിലാണ് പ്രതികരിച്ചത്, ഏത് വിധത്തിലാണ് അവളെ കണ്ടത്, കരുതിയത്, അവളെപ്പറ്റി വിലമതിച്ചത്, ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനെപ്പറ്റി വിശദമായി ഒന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം വേദപുസ്തകത്തിൻ്റെ പൊതുവായ സ്വഭാവം ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ വിശദീകരിക്കുക ഒരിക്കലും അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. The word of God is distinguished for its economy. It does not provide all details, and these details are left to the inquiry and sanctified imagination of the learner, of the student, or the seeker, or the believer. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ 6 പുരുഷന്മാരും യേശുവിന് മുമ്പ് ഈ ശമര്യക്കാരി സ്ത്രീയെ യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ചു തന്നെ കണ്ട ഈ 6 പുരുഷന്മാരും അവളെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിലെ സിനിമാ രംഗത്തുള്ള നടന്മാർ, ജനപ്രിയ നായകന്മാർ, സിനിമാ ലോകത്തിലെ സിംഹങ്ങൾ, ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ, അവർ സ്ത്രീകളായ നടിമാരെ കണ്ടപ്പോൾ അവർക്ക് നിയന്ത്രണം വിട്ടുപോയി എന്ന അവസ്ഥയിലായിരുന്നു അവർ. കേരളത്തിൻ്റെ അതേ അവസ്ഥ 2000 വർഷങ്ങൾക്ക് മുൻപ് ശമര്യ നാട്ടിലുള്ള ഒരു കുളക്കരയിൽ അരങ്ങേറുകയാണ്. കേരളത്തിലെ സിനിമാ ലോകം ഇതാ ഒരു കുളക്കരയിൽ അരങ്ങേറുന്നു. വളരെ മനോഹരമാണ്, വളരെ രസകരമാണ്. അപ്പോൾ ഈ 6 പേരും നല്ല നടന്മാരാണ്. അവർക്ക് അവസരം കൊടുത്താൽ മോഹൻലാലെ കവച്ച് വെട്ടും, മമ്മൂട്ടിയെ കവച്ച് വെട്ടും, പിന്നെ സുരേഷ് ഗോപിയെ കവച്ച് വെട്ടുമോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം എനിക്ക് ആത്മധൈര്യത്തോടെ പറയുവാൻ, അദ്ദേഹത്തെ പറ്റി പറയുവാൻ എന്നെക്കൊണ്ട് കഴിയില്ല. നിങ്ങളുടേതായ അഭിപ്രായം ഒന്ന് രൂപീകരിച്ചാൽ മതിയാകും. അപ്പോൾ അങ്ങനെയുള്ള 6 പേരാണ് ഈ സ്ത്രീ അവിടെ കണ്ടത്. കണ്ടപ്പോൾ അവർക്കെന്ത് സംഭവിച്ചു? അവരുടെ കടിഞ്ഞാൻ വിട്ടുപോയി. അപ്പോൾ അവർക്ക് ആത്മനിയന്ത്രണമില്ലാതിരുന്നത് കൊണ്ട് വൈകാരികമായ അവരുടെ ആ ഒരു ഉരുൾപൊട്ടൽ, അതിൽപ്പെട്ട് അവരെ തന്നെ തെറ്റിദ്ധരിച്ചു. അവർക്ക് ഓരോ പുരുഷനും അവളോട് പ്രേമമുണ്ടായി എന്ന് അവർ വിചാരിച്ചു. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എനിക്കിതൊരു കീറാമുട്ടിയാണ്, എനിക്കിതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല, ഉപയോഗം കഴിഞ്ഞു, ഇനിയും വലിച്ചെറിഞ്ഞ് കളയാം എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് 5 പേരും ഓടി രക്ഷപ്പെട്ടത്. ആത്മനിയന്ത്രണമില്ലാത്തത് കൊണ്ട് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവർക്ക് പൂതി ഇളകി. അവർക്ക് സ്നേഹമാണെന്നും നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനൊക്കത്തില്ല എന്നും, പണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ ഈ എന്താണ് പറയുന്നത്, പേര് മറന്നുപോയി, നീ ഇല്ലാത്ത ജീവിതം കാറ്റില്ലാത്ത ടയർ പോലാണ് എന്ന് ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി കൊടുക്കും പണ്ടത്തെ കാലത്ത്.
ഇപ്പോൾ പിന്നെ അങ്ങനെ എഴുതുന്നില്ല, SMS മതി, അങ്ങനെ മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് വെറും എൻ്റെ വികാരത്തിൻ്റെ തിരത്തള്ളലായിരുന്നു. ഞാൻ വിചാരിച്ചു ഒന്നുമല്ല സത്യം. എനിക്ക് സ്ത്രീയിൽ യാതൊരു താല്പര്യമില്ല എന്നും പറഞ്ഞ് കണ്ടം വഴി ഓടിപ്പോയവരാണ് ഈ 5 പേര്. മറ്റവൻ എപ്പോഴാണ് ഓടേണ്ടത് എന്ന് ഇങ്ങനെ തക്കം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ അവസ്ഥയിലാണ് യേശുവളെ കണ്ടു. അപ്പോൾ ഇത് നാം മനസ്സിലാക്കിയെങ്കിൽ ഇതാ മറ്റൊരു പുരുഷൻ അവളെ കാണുന്നു. അവൻ്റെ പേര് യേശു എന്നാണ്. യേശു അവളെ കണ്ടപ്പോൾ അവൻ മനുഷ്യനാണ്, അവൻ പുരുഷനാണ്. ഒരു സ്ത്രീയെ കണ്ടപ്പോഴുള്ള വികാരം യേശുവിൽ ഉണ്ടായി കാണും. അവൻ പുരുഷനാണ്. എന്നാൽ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായി അവളോട് പ്രതികരിച്ചത്, ഇടപെട്ടത് എന്ന് ചോദിച്ചാൽ, തൻ്റെ ഉള്ളിൽ ആദ്യമായി ഉണർന്ന ആ വികാരത്തെ അല്പം വിമർശനാത്മകമായി യേശു പരിശോധിച്ചു. ആ വിമർശനാത്മകമായി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആരാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്, എൻ്റെ വ്യക്തിത്വം എന്താണ്, എൻ്റെ ജീവിത ദൗത്യം എന്താണ്, എന്നെക്കൊണ്ട് ഈ ലോകത്തിന് എന്ത് നന്മയാണ് വരേണ്ടത് എന്ന് മാത്രവുമല്ല, എൻ്റെ മുമ്പിൽ ഇതാ ഒരു സ്ത്രീ നിൽക്കുന്നു. ആ സ്ത്രീക്ക് ദൈവം കൽപ്പിക്കുന്ന വില എന്താണ്, അതിനെ ഞാൻ എങ്ങനെയാണ് മാനിക്കുകയും അതിനെ കൂടുതൽ മഹത്വമുള്ളതാക്കി തീർക്കുകയും ചെയ്യേണ്ടത്. അവിടെ മുഖത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാകും, നാളിതുവരെയും മറ്റുള്ളവരുടെ ഇരയായി സ്വയം ശപിച്ച് ജീവിക്കേണ്ടി വന്ന ഗതികേട്, അതിൻ്റെ എല്ലാ ലക്ഷണവും അവളുടെ മുഖത്തുണ്ട്. അവളോട് പക്വതയില്ലാത്ത പുരുഷന്മാർ ചെയ്ത ആ അനീതിയുടെ ഭാരം പേറിക്കൊണ്ട് അവൾ നടക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം നൽകുവാൻ എനിക്ക് കഴിയേണ്ടതാണ്. അതാണ് എൻ്റെ ദൗത്യം. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു പരിഗണന ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലുണ്ടാകുന്ന വികാരത്തിൻ്റെ തിരത്തള്ളൽ ഒന്ന് നിയന്ത്രിക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ നിയന്ത്രിക്കുന്നതിൻ്റെ പേരാണ് സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ആത്മനിയന്ത്രണം എന്നുള്ളത്. ഇതില്ലാത്തപ്പോൾ ഒരു പുരുഷൻ സ്ത്രീയെ കണ്ടാൽ അവൻ്റെ ഉള്ളിൽ ഒരു ഉരുൾപൊട്ടലുണ്ടാകും. ആ ഉരുൾപൊട്ടലിൻ്റെ ഊർജത്തിൽ ആ സ്ത്രീയെ ഏതെല്ലാം വിധത്തിൽ ഉപയോഗിക്കാമോ, തൻ്റെ ഇംഗിതത്തിന് അനുയോജ്യമായി ഉപയോഗിക്കാമോ, അതാണ് മിടുക്ക്, അതാണ് ചുണ, അതാണ് പുരുഷത്വം, ആണത്വം എന്നൊക്കെ മാത്രമേ ചിന്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് സിനിമാ ലോകത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. അധികം വേണ്ട, അല്പം ഒന്ന് എത്തി നോക്കിയാൽ മതി. ഒരു സിനിമാ ലോകം തന്നെ നിങ്ങൾക്കറിയാം, അതൊരു മായാജാലമാണ്. അവിടെ ഇങ്ങനെ ബൃഹത്തായ പരിഗണന, ഞാൻ ആരാണ്, എന്നെപ്പറ്റിയുള്ള ദൈവഹിതം എന്താണ്, അവിടെ നിൽക്കുന്ന സ്ത്രീയുടെ വില എന്താണ്, അവൾ ദൈവത്തിൻ്റെ മകളാണ്, അവൾ ഏതെല്ലാം ഇപ്രകാരം ജോലി ചെയ്യാൻ വരുന്നു, അതുകൊണ്ട് എന്നോട് എൻ്റെ സ്വാധീന പരിധിയിൽ നിൽക്കുന്നത് കൊണ്ട് അവളോട് എന്തും ചെയ്ത് കളയാം എന്നെനിക്ക് ചിന്തിക്കുവാൻ അവകാശമില്ല, ഞാൻ ദൈവത്തോട് കണക്ക് പറയേണ്ടവരാണ്. ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം സിനിമാ ലോകത്തിലല്ല എന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്. അവിടെ എല്ലാവരും ഒരു പ്രത്യേകമായ ലോകത്തിലാണ്. അവിടെ പുരുഷൻ ഇങ്ങനെ, ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഒരു സിംഹം പോലെ ഇങ്ങനെ നിൽക്കുന്നു. അവനെന്തുമാകാം, അവന് സ്വയം നിയന്ത്രിക്കേണ്ട യാതൊരു കാര്യമില്ല. അഭിനയം എന്ന ആശയം തന്നെ സ്വയനിയന്ത്രണത്തിന് ഘടകവിരുദ്ധമാണ്. അഭിനയിക്കുക എന്നത് സ്വയനിയന്ത്രണത്തിന് ഘടകവിരുദ്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലോകത്തിൽ, അതായത് ആത്മനിയന്ത്രണത്തിന്, സെൽഫ് കൺട്രോളിന് യാതൊരു വിലയും കൊടുക്കാത്ത, യാതൊരു ആവശ്യവുമില്ല എന്ന് വിചാരിക്കുന്ന, പ്രത്യേകമായ ബന്ധങ്ങൾ പുലർത്തുവാൻ ലൈസൻസ് പ്രാപിച്ച, സാമൂഹ്യ നീതിയിൽ നിന്നും സാമൂഹ്യമായ ബോധങ്ങളിൽ നിന്നും വളരെ ദൂരെ മറയുടെ പുറകിൽ വസിക്കുന്ന ഒരു മായാജാലത്തിൽ, മായാലോകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് ആത്മനിയന്ത്രണം ഉണ്ടാകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായ കരുതലുണ്ടാകേണ്ട ആവശ്യമുണ്ട്.
നമ്മളാരും ഈ നടന്മാരോട് അവരെ ഇങ്ങനെ കണ്ണുമിഴിച്ച് നോക്കുന്നതല്ലാതെ അവരോട് ജീവിത യാഥാർത്ഥ്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കാറില്ല. അവരെ ആരാധിച്ച് നടക്കുന്നവരെങ്ങനെയാണ് അവരോട് സത്യം പറയും? ഒരു നടിയെ കണ്ടാൽ, ഒരു നടനെ കണ്ടാൽ ഉടനെ നമ്മൾ അന്തം വിട്ട് നിന്ന് പോവുകയാണ്. നമുക്കറിയാം, ഓർത്തഡോക്സ് സഭയിലെ ഒരു മാന്യനായ ഒരു മഹാനായ ഒരു തിരുമേനി മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതാണ്. ഒരു തമിഴ് നടിയെ കാണാനായിട്ട് 17 വർഷം അദ്ദേഹം വെള്ളപൂറി നിന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെ ആരാധന മനോഭാവത്തോടുകൂടെ ഈ നടന്മാരെ കാണുന്ന വ്യക്തി അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? തന്നെയുമല്ല, അങ്ങനെ ഒരു നടിയെ കാണാനായിട്ട് 17 വർഷം കണ്ണിൽ എണ്ണ ഒഴിച്ച് നിന്ന ഒരു തിരുമേനിയുടെ ആത്മനിയന്ത്രണം എന്താണ് എന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആത്മനിയന്ത്രണമില്ലാത്ത, അതിൻ്റെ ആവശ്യമില്ലാത്ത, ആത്മനിയന്ത്രണം മണ്ടത്തരമാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു മായാലോകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും അവർ പരസ്പരം കാണുമ്പോൾ എന്താണ് നടക്കുന്നത്, എന്താണ് നടക്കാത്തത് എന്നത് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് മനസ്സിലാക്കണം? അതിപ്രകാരമുള്ള ദുഷിച്ച വ്യവസ്ഥിതിയെ ന്യായീകരിക്കാനല്ല. പിന്നെയോ ആ ഒരു സാഹചര്യത്തിൽ സ്ത്രീയുടെ മാനവും അഭിമാനവും ശാരീരികമായ അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് ഏതെല്ലാം വിധത്തിൽ എപ്രകാരമൊക്കെ ഒരു സാഹചര്യം മാറ്റം വരുത്തണം, എന്തെല്ലാം പ്രൊവിഷൻസാണ് ഉണ്ടാക്കേണ്ടത്, എന്തെല്ലാം സേഫ് ഗാർഡ്സാണ് അവിടെ വെക്കേണ്ടത്, അതേതെല്ലാം വിധത്തിൽ ഏറ്റവും ഇഫക്റ്റീവായി അത് നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് വസ്തുനിഷ്ഠമായി അന്വേഷിക്കണമെങ്കിൽ ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഇതുവരെ നിങ്ങളോട് പങ്കിട്ട ഈ ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഈ അറിവ് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഈ അറിവ് ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഈ അറിവ് സാധാരണ നിങ്ങൾക്ക് ലഭിക്കാറില്ല, സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തെ, വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന പ്രശ്നത്തെ വളരെ സൂക്ഷ്മമായി പക്വതയോടെ മനസ്സിലാക്കുവാൻ നമുക്ക് കടമയുണ്ട്. അല്ലാതെ അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ നടത്തിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഒരു മാറ്റവും വരാൻ പോകുന്നതുമില്ല. ഒരു പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ അതെന്താണ് എന്ന് വസ്തുനിഷ്ഠമായി വ്യക്തമായി മനസ്സിലാക്കി അതിന് തക്കതായ പ്രതിവിധികൾ ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് കൂടുതൽ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഏതായാലും സിനിമാ ലോകത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് നായകന്മാർ, ജനപ്രിയ നായകന്മാർ, അവർ സുഖസുഷുപ്തിയുടെ കൊടുമുടിയിൽ വസിക്കുന്നു. അവർ കോടീശ്വരന്മാരാണ്. അവരുടെ ഇംഗിതത്തിന് തുള്ളാനായിട്ട് ആളുകളിങ്ങനെ കാത്തിരിക്കുന്നു. ഇപ്പോൾ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇങ്ങനെയുള്ള ആളുകൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവർക്ക് മനസ്സുണ്ടോ ഇല്ലയോ എന്ന ഡയറക്ടറും പ്രൊഡ്യൂസറും ഇങ്ങനെ ഭയഭക്തിയോടെയാണ് കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മൂളൽ കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവരുടെ. അപ്പം അങ്ങനെയുള്ള ആളുകൾ നോക്കുമ്പോൾ ഞാൻ അവരെന്ത് ചെയ്തു എന്നല്ല പറയുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞത് ഈ ലോകത്തിൽ വസിക്കുന്ന സിനിമാ ലോകത്തിൽ വസിക്കുന്ന വീരന്മാരായ ആളുകൾ, നായകന്മാരായ ആളുകൾ, അഭിനയത്തിൻ്റെ സിംഹങ്ങൾ, അവർ നോക്കുമ്പോൾ ആ ലോകത്തിൽ ആത്മനിയന്ത്രണം വേണമെന്നൊക്കെ പറയുന്നവൻ വെറും മണ്ടനാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാതെ ഈ ഒരവസ്ഥയ്ക്ക് ഒരു വിധത്തിലും ഒരു വിടുതൽ ഉണ്ടാകുവാനോ അതിൻ്റെ അവസ്ഥകൾ ഒന്ന് മെച്ചപ്പെടുത്തുവാനോ അതിൽ പെട്ടുപോകുന്ന നടിമാരുടെ മാനവും ശരീരവും സംരക്ഷിക്കുവാനോ ഒരു സർക്കാരിനും ഒരു സമൂഹത്തിനും സാധ്യമല്ല എന്നതാണ് ഇതിൻ്റെ പച്ച പരമാർത്ഥം. ഇത് ദയവായി നിങ്ങൾ പരിഗണിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കാൻ സാധ്യമാണ്. പക്ഷേ അത് ആ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അതിന് ഉതകുന്ന വിധത്തിൽ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യണം എന്ന ആശയം അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് സിനിമാ ലോകത്ത്, കേരളത്തിലെ സിനിമാ ലോകത്ത് സ്ഥിതി ചെയ്യുന്ന അരാജകത്വം ഭീകരമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അതിന് മാറ്റം വരുത്തിയേ മതിയാകൂ. പക്ഷേ മാറ്റം വരുത്തണമെങ്കിൽ, അല്ല മാറ്റം വരുത്തുന്നതിൽ നാം വിജയിക്കണമെങ്കിൽ, സ്ത്രീകൾക്ക് ആശ്വാസം ഉണ്ടാകണമെങ്കിൽ,
സംരക്ഷണം ഉണ്ടാകണമെങ്കിൽ അതിന് തക്കതായ ഒരു കാഴ്ചപ്പാടും സമീപനവും ആവശ്യമാണ് എന്ന പ്രാവർത്തികമായ പച്ചപ്പരമാർത്ഥം ഏവരുമായി പങ്കിടുക മാത്രമാണ് ലക്ഷ്യം. അതേതാണ്ട് നിർവഹിച്ചു എന്ന ധാരണയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രദ്ധയോടെ പങ്കെടുത്ത ഏവരോടുമുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു.